എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ചെറുവണ്ണൂർ ഭാഗത്താണ്. ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. ഫ്ലൈ ഓവറിന്റെ വർക്കിന് ആവശ്യമായിട്ട് വരുന്ന ഗർഡറിന്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ റോഡിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ അടച്ചു വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഗർഡറിന്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നനച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഭാഗത്തെ മുൻഭാഗത്താണ് ഇതിന്റെ ഫില്ലർ വർക്കൊക്കെ വരുന്നത്. ആ ഭാഗത്തേക്കൊക്കെ ഇനി നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇതിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ട്. ഈ റോഡിലൊക്കെ കാണാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെറുവണ്ണൂർ ഈ ഭാഗം കഴിഞ്ഞു പോകാൻ ഏകദേശം ഇപ്പം 10-20 മിനിറ്റൊക്കെ എടുക്കും വാഹനങ്ങൾ കടന്നു പോകാൻ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് അധികം വാഹനങ്ങളുണ്ട്. ഈ റോഡൊക്കെ സൈഡിലൊക്കെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതൊക്കെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല ബ്ലോക്ക് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇതാ കണ്ടില്ലേ ബ്ലോക്ക്. ഇവിടെ നമുക്ക് കാണാൻ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിൽ സ്ലാബ് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. കടന്റെ ഒക്കെ തൊട്ടടുത്തൂടെയാണ് ഈ ഡ്രൈനേജ് ഒക്കെ കടന്നു പോകുന്നത്. കടന്റെ ഇവിടെ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്, ഇനി എടുത്തു മാറ്റാനുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ആ ഫ്രണ്ട് ഭാഗത്താണ് ബസ് സ്റ്റോപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ താൽക്കാലികമായിട്ട് ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് വർക്ക് നടക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഫില്ലറിന്റെ വർക്കുകൾ ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഫില്ലറിന്റെ വർക്കുകളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം, പുതുതായിട്ട് ഫില്ലർ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് വേറൊരു വെറൈറ്റി വർക്ക് കാണുന്നത് ട്രാൻസ്ഫോമർ വെക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ ഇവിടെ ട്രാൻസ്ഫോമർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലാബൊക്കെ വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. അത് നല്ലൊരു വൃത്തിയിലായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ കാലം കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സേഫ്റ്റി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ പോസ്റ്റിലാണ് ഇപ്പോൾ കറണ്ട് കൊടുത്തിട്ടുള്ളത്. കാണാം നമുക്ക് ഇവിടെയൊക്കെ പുതിയ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. വയറുകളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല, ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്തൊക്കെ കറണ്ടിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഫ്രണ്ട് ജംഗ്ഷൻ ആ വരുന്ന ഭാഗത്ത് പോയി നോക്കാം. ഇവിടെയാണ് കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നതുകൊണ്ടാണ് ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. കണ്ടില്ലേ, അവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഫില്ലറിൻ്റെ വർക്കുകളൊക്കെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷട്ടറുകളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അവിടെ പുതിയ പീർ ക്യാപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഷട്ടർ വെക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡുകളൊക്കെ പിടിപ്പിക്കുന്ന വർക്കുകൾ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാണാം നമുക്ക് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്കൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്കും കാണാം. ഇതാണ് ഇവിടെയുള്ള പുതിയൊരു അപ്ഡേറ്റ്. കാണാം മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ട് സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക്. ഇനി ഇതിന്റെ മുകളിൽ സ്ലാബ് ചെയ്യാത്ത എന്താ അറിയില്ല കേട്ടോ. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ സ്ലാബിന്റെ വർക്ക് വേഗത്തിൽ കഴിയാറുണ്ട്. ഇവിടെ ഒന്നും സ്ലാബ് ചെയ്തിട്ടില്ല. ഇവിടേക്ക് ഈ കടകളൊക്കെ കട്ട് ചെയ്തെടുത്താണ് ഇതിന്റെ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ. ബിൽഡിങ്ങിന്റെ അടുത്തൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. പുതിയ പോസ്റ്റുകളൊക്കെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ പിടിപ്പിച്ചേക്കാണ്. നമുക്ക് കാണാം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഈ ഡ്രൈനേജിൽ ഭാഗമായിട്ട് വരുന്ന ഇതിൽ പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ ഫ്ലൈ ഓവർ വരുന്നതോടെ ഈ ഭാഗം വലിയൊരു മാറ്റം തന്നെ ആയിരിക്കാം. ടൗണിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. കോഴിക്കോട് ടൗണ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ചെറുവണ്ണൂരും അതുപോലെ ഒരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഫില്ലറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തോന്നുന്നത്. ഇവിടെ കാണാം നമുക്ക് ഇവിടെ പീർ ക്യാപ്പൊക്കെ പൊട്ടിക്കാനുള്ള
പൈലിംഗ് ഗ്യാപ്പ്, സോറി, പൈലിംഗ് ഗ്യാപ്പ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. പൈലിംഗ് ഗ്യാപ്പൊക്കെ അതുപോലെ കിടക്കുകയാണ്. ഇനി പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അവിടെ ഒരു 3 ഫില്ലറിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ടുള്ള പൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ പൈലിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഫില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പിയർ ക്യാപ്പൊക്കെ വരാനുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് ചെയ്യുന്ന കമ്പി ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഇങ്ങോട്ട് പോയോ? ഇവിടെ ഇതാ പില്ലർ വർക്ക്, പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈലിംഗ് കഴിഞ്ഞ് പിയർ ക്യാപ്പ് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. പൈലിംഗ് ക്യാപ്പ് പൊട്ടിച്ചെടുക്കാനുള്ള വർക്കാണ്. അതും തുടങ്ങിയിട്ടില്ല. ഇവിടെയും ഇങ്ങനെ കിടക്കുന്നത് കാണാം. 4 പൈലിംഗ് ചെയ്ത ഭാഗങ്ങൾ കാണാം. ഇവിടെ 4 ഭാഗത്താണ് പൈലിംഗ് നടന്നിട്ടുള്ളത്. ഇനി പൈലിംഗ് ക്യാപ്പുകളൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഫില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ആ ഭാഗത്തൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ സെൻറ്റർ ഭാഗത്തുള്ള പോസ്റ്റുകൾ എടുത്തു മാറ്റാനുണ്ട്. ഇനി ആ സൈഡിലൊക്കെ പുതിയ കേബിളുകൾ ഉപയോഗിച്ചിട്ടുള്ള കറണ്ടിൻ്റെ ലൈനാണ് കൊടുക്കുന്നത്. ഈ ഭാഗത്തും പുതിയ പോസ്റ്റുകളൊക്കെ വെച്ചത് കാണുന്നുണ്ട്. ഈ ബോർഡുകൾ വെക്കുന്ന സിസ്റ്റം മാറുമെന്ന് തോന്നുന്നില്ല. ഇലക്ട്രിക് പോസ്റ്റ് കണ്ടാൽ നമ്മൾ ബോർഡുകൾ വെക്കും. അത് എല്ലായിടത്തുള്ള ഒരു ഇതാണ്. ഇവിടെ കാണാം നമുക്ക് പുതിയ 2 പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് വരുമോയെന്ന് അറിയില്ല കേട്ടോ. ഡ്രൈനേജിൻ്റെ വർക്കൊന്നും കാണുന്നില്ല. ഇവിടെ ഡ്രൈനേജ് ഒന്നും കാണാത്തതുകൊണ്ടാണ്. ആ ഭാഗത്ത് ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗത്ത് അവിടെ ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കടകളൊക്കെ ഉള്ളത് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ജംഗ്ഷനായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഈ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാൻ നമുക്ക് വാഹനങ്ങൾ വളരെ പതുക്കെയാണ് വരുന്നത്, നിരനിരായിട്ട് ഇങ്ങനെ വരുന്നത്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഭാഗം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോയിട്ട് അവിടെ യൂ ടേൺ എടുത്തിട്ട് പോകേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഈ ബീച്ച് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു പുതിയ പില്ലറ് വന്നതായി കാണുന്നുണ്ട്. അവിടെ പില്ലറിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഡ്രൈനേജൊക്കെ കാണാം. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്ന്. എവിടെയും സ്ലാബ് മുകളിൽ ഇട്ടിട്ടില്ല, കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ്. ഈ പോസ്റ്റുകളൊക്കെയാണ് വലിയ ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കുകൾ, കറണ്ട് കട്ടാവാതെ ചെയ്യേണ്ട. ഒറ്റ ലൈനായിട്ടാണ് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കണ്ടില്ല, മുന്നിലൊരു ലോറി കംപ്ലൈൻ്റ് ആയതാണെന്ന് തോന്നുന്നത്. അതോ അതിൻ്റെ ലോഡ് പുറത്തൊക്കെ തള്ളി വീണൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വാഹനങ്ങൾ നിൽക്കുന്ന സമയത്താണ് വലിയ പോക്ക് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വണ്ടികളൊക്കെ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ. ഇതിപ്പോൾ ലോഡ് എന്തോ കൊണ്ടുപോകുന്ന ലോഡ് താഴെ വീണതാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പ്രശ്നമാവുക. വഴിയിലൊക്കെ വീണക്കണേ. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പുതുതായിട്ട് ഫില്ലറിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫൗണ്ടേഷൻ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്ത് പൈലിങ് ഒന്നും നടത്തിയിട്ടില്ല. ഇവിടെ ഒന്നുകൂടെ ടാറിങ് ഒക്കെ ചെയ്ത് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സുഖമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ വാഹനങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുണ്ടും കുഴിയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. വാഹനങ്ങൾ കടന്നു പോകാൻ കൂടുതൽ സമയം എടുക്കുക. ഇവിടെ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. എന്തോ അപകടം ഇവിടെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടം വരെയാണ് ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ വരുന്ന അവസാനിക്കുന്ന ഭാഗം. അപ്പോൾ ഇവിടം വരെ വന്നു നോക്കിയതാണ്. ഇവിടെ വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഡ്രൈനേജ് വർക്കുകൾ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഡ്രൈനേജിൻ്റെ മുകളിൽ സ്ലാബ് വാർത്തിട്ടില്ല. അതിനുവേണ്ടി ചെറിയ ചെറിയ കുഞ്ഞു കമ്പികൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നല്ല, പുതിയതായിട്ടൊന്നും കാണുന്നില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.